നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? ആ നക്ഷത്രക്കാർ ഏത് ദേവനെയോ ദേവിയെയോ ആരാധിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? വിശ്വാസപ്രകാരം ഓരോ നക്ഷത്രത്തിനും പ്രത്യേക ആരാധനാമൂർത്തികളുണ്ട്. ആ ദേവതകളെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും മനഃശാന്തിയും നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് 27 നക്ഷത്രങ്ങൾക്കും അനുയോജ്യമായ ആരാധനാമൂർത്തികളെക്കുറിച്ചറിയാം. വേദജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങൾക്കാണ് പ്രധാന സ്ഥാനമുള്ളത്. ഓരോ നക്ഷത്രത്തിനും പ്രത്യേക ദേവതകളും ആത്മീയ ശക്തികളും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ സ്വന്തം നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദേവതയെ ആരാധിക്കുന്നത് ആത്മവിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. അശ്വതി, ഗണപതിയെയും സരസ്വതിയെയും ആരാധിക്കുക. ഭരണി, ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക. കാർത്തിക, സുബ്രഹ്മണ്യ ഭക്തി ശ്രേഷ്ഠം. രോഹിണി, ശ്രീകൃഷ്ണ ഭക്തി ഉത്തമം. മകയിരം, സുബ്രഹ്മണ്യനും ശിവനും. തിരുവാതിര, ശിവാരാധന ഏറ്റവും ഉത്തമം. പുണർദം, ശ്രീരാമനും വിഷ്ണുവും. പൂയം, മഹാവിഷ്ണുവും അയ്യപ്പനും. ആയില്യം, നാഗദേവതകളും ശ്രീകൃഷ്ണനും. മകം, ഗണപതിയും ശിവനും. പൂരം, മഹാലക്ഷ്മിയും അന്നപൂർണേശ്വരിയും. ഉത്രം, അയ്യപ്പനും ധർമ്മശാസ്താവും. അത്തം, ഗണപതിയും സൂര്യദേവനും. ചിത്തിര, ദേവിയും സുബ്രഹ്മണ്യനും. ചോതി, ഹനുമാനും സരസ്വതിയും. വിശാഖം, സുബ്രഹ്മണ്യനും ഇന്ദ്രാണിയും. അനിഴം, അയ്യപ്പനും മഹാവിഷ്ണുവും. തൃക്കേട്ട, ശ്രീകൃഷ്ണനും വിഷ്ണുവും. മൂലം, ഗണപതി. പൂരാടം, മഹാലക്ഷ്മി. ഉത്രാടം, ശിവനും അയ്യപ്പനും. തിരുവോണം, മഹാവിഷ്ണു. അവിട്ടം, സുബ്രഹ്മണ്യനും ഗണപതിയും. ചതയം, മൃത്യുഞ്ജയനും ശിവനും. പൂരുരുട്ടാതി, മഹാവിഷ്ണു. ഉത്രട്ടാതി, മഹാലക്ഷ്മിയും ശിവനും. രേവതി, ശ്രീകൃഷ്ണനും വിഷ്ണുവും. നിങ്ങളുടെ നക്ഷത്രം എന്താണെന്ന് കമന്റിൽ എഴുതൂ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.